5-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യം. 2 കൊരിന്ത്യർ 5-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യം. ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. ആര് പറഞ്ഞു? യേശു പറഞ്ഞു, ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി ആകുന്നു. പുതിയതാകുവാൻ വേണ്ടിയാണ് നാം ബെന്തക്കോസിൻ്റെ അനുഭവം തിരഞ്ഞെടുക്കുന്നത്. ബെന്തക്കോസിൻ്റെ അനുഭവത്തിൽ വരാത്ത ഒരു മനുഷ്യനും പുതിയതാകുവാൻ സാധ്യമല്ല. കാരണം ബെന്തക്കോസിൻ്റെ അനുഭവം പുതിയതാകുക എന്ന് പറയുന്നത് ഹല്ലേലൂയ കൽപ്പനകളെ അനുസരിച്ച്, ഉപദേശങ്ങളെ അനുസരിച്ച് കൊണ്ട് ഹല്ലേലൂയ വിശുദ്ധ സ്നാനം അംഗീകരിച്ച് പ്രാർത്ഥനയാകുന്ന ഹല്ലേലൂയ കവചക്കുള്ളിലായിരിക്കുന്നു. ഹല്ലേലൂയ, ആമേൻ ആമേൻ. നമുക്കറിയാം, ബെന്തക്കോസിൽ വിശ്വസിക്കുന്ന ദൈവമക്കൾ അവർ ഉപവസിക്കുന്നവരാണ്, അവർ പ്രാർത്ഥനയ്ക്ക് വേണ്ടി സമയം വേർതിരിക്കുന്നവരാണ്. അതാണ് ബെന്തക്കോസിൻ്റെ അനുഭവം എന്ന് പറയുന്നത്. അവർ കാത്തിരിക്കുന്നവരാ. കാത്തിരുന്നവരുടെ നടുവിൽ ഒരു ബെന്തക്കോസ് നാൾ വെളിപ്പെട്ട് കഴിഞ്ഞു. കാത്തിരിപ്പുണ്ടെങ്കിൽ അവിടെ ഒരു അടയാളം വെളിപ്പെടും. കാത്തിരിക്കുന്ന ജനമാണ് ഇന്ന് പകൽ തിരുവാലയത്തിനകത്തായിരിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ മേൽ ഒരു അടയാളം വെളിപ്പെടും. അത് അത്ഭുതകരമാകുന്ന അടയാളമായിരിക്കും. അത് നിങ്ങളെ മാറ്റൊലി കുറിക്കുന്ന അടയാളമായിരിക്കും. അത് നിങ്ങളുടെ നാവുകളെ മേൽ അടയാളം വരുന്ന അടയാളമായിരിക്കും. കരങ്ങളെ തട്ടി ഇതുവരെ കരമടിച്ചിട്ടില്ല നിങ്ങൾ, ഇനി കരമടിച്ച് ആരാധിക്കാൻ പോകുന്നു. കരമടിച്ച് നിങ്ങൾ ആരാധിച്ചു കൊണ്ടിരിക്കണം കേട്ടോ. കരമടിച്ച് ആരാധിക്കുന്ന ആരാധന യഹോവയാകുന്ന ദൈവം പഠിപ്പിച്ചു. ഹല്ലേലൂയ, ആമേൻ. 10 കമ്പിയുള്ള വീണ കൊണ്ട് ദൈവത്തെ സ്തുതിച്ചു കൊണ്ടിരിക്കാൻ. വലിയ പ്രസംഗങ്ങൾ കേട്ടു, പക്ഷെ കയ്യടി വന്നില്ല, പരിശുദ്ധാത്മാവിന്റെ ആരാധന വന്നില്ല. ആരാധിച്ചു കൊണ്ടിരിക്കുന്നത് നല്ലതാണ്, കൈയടിച്ചു കൊണ്ടിരിക്കുന്നത് നല്ലതാണ്. അനേക ബന്ധനങ്ങൾ അഴിയാൻ പോകുന്നു, അനേക പോരാട്ടങ്ങൾ തകരാൻ പോകുന്നു, അനേക ബന്ധനങ്ങളിൽ മേൽ ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങി വരാൻ പോകുകയാണ്. ആ ബന്ധനത്തെ ദൈവം തകർക്കുമാറ്. എല്ലാവരും ആരാധിച്ചാട്ട്. എല്ലാവരും ദൈവത്തെ സ്തുതിച്ചാട്ട്. എല്ലാവരും ദൈവത്തെ ആരാധിച്ചാട്ട്. ചില മരണത്തിന്റെ കെട്ട് കർത്താവ് പൊട്ടിക്കാൻ പോകുന്നു. ആത്മഹത്യയുടെ പ്രവണതകൾ ആത്മാവ് തുടച്ചു മാറ്റുന്നു. ആത്മഹത്യക്ക് വേണ്ടി ശത്രു പ്രേരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ചില കുടുംബങ്ങളെ ദൈവാത്മാവ് വിടുവിക്കാൻ പോകുന്നു. എല്ലാവരും ദൈവത്തെ സ്തുതിച്ചോ, ശക്തിയോടെ ആരാധിച്ചാട്ട്. ഈ പോൽക്കാലം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ തന്നെ മരണത്തിന്റെ കെട്ടുകൾ പൊട്ടിമാറുന്നു, അപകടത്തിന്റെ കെട്ടുകൾ പൊട്ടിമാറുന്നു, ബന്ധനത്തിന്റെ ശക്തികൾ അഴിഞ്ഞു മാറുന്നു. സുവിശേഷം നിമിത്തം നിങ്ങൾ കർത്താവിൽ പ്രിയരായി മാറുന്നു. യേശുവിന്റെ നാമം മഹത്വപ്പെടുകയാണ്. പുതിയതാകുവാൻ ആഗ്രഹിക്കുന്ന ഒരടയാളമാണ് ബെന്തക്കോസ് എന്ന് പറയുന്നത്. പാപത്തെ ഉപേക്ഷിച്ച് പാവിയെ സ്നേഹിക്കാൻ വന്ന ഒരു നാഥൻ, അവനാണ് യേശു കർത്താവ്. ആ ഉപദേശത്തെയാണ് നമ്മൾ ഏറ്റെടുക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ, 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 ആമേൻ. ഇതിനെ സ്വീകരിക്കുന്നവനെ മന്ത്രവാദം ചെയ്ത് മറ്റുള്ളവനെ ദോഷപ്പെടുത്താൻ ആഗ്രഹിക്കത്തില്ല കേട്ടോ. മറ്റുള്ളവനോട് ഇടഞ്ഞിരിക്കത്തില്ല, മറ്റുള്ളവനോട് അകന്നിരിക്കത്തില്ല. ദൈവമക്കളോട് അകന്നിരിക്കുന്ന ആരാധനയും പ്രാർത്ഥനയുമല്ല ഇത്, ചേർത്ത് പിടിക്കുന്നതാണ് പ്രാർത്ഥന. ബെന്തക്കോസ് എന്ന് പറഞ്ഞാൽ അതാണ് പുതിയതാക്കുക. പഴയത് കഴിഞ്ഞ് പുതിയത്. കർത്താവ് പറഞ്ഞില്ലേ, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി, പഴയതോ കഴിഞ്ഞു പോയി. ഈ പഴയത് കഴിയാതിരിക്കുന്നിടത്തോളം കാലം അതിനെ പാപമെന്ന് ചിത്രീകരിക്കുന്നു. അത് പാപത്തിൽ ഹല്ലേലൂയ ആയി ജീവിക്കുന്ന അവസ്ഥ. ഹല്ലേലൂയ, പാപത്താൽ രോഗമെന്നും രോഗത്താൽ മരണമെന്നും. അപ്പോൾ പാപം മരണത്തെ വിളിച്ചു വരുത്തുന്നു, അത് മരണത്തിലേക്കുള്ള വഴിയെ തിരിക്കുന്നു. എന്നാൽ പാപത്തെ ഉപേക്ഷിച്ച് പാപിയെ സ്നേഹിക്കാൻ വന്ന യേശു കർത്താവിനെ ഞാൻ നിങ്ങളുടെ ഇടയിലേക്ക് പരിചയപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. അല്പസമയം ഞാൻ ദൈവവചനത്തിൽ നിന്നുകൊണ്ട് നിങ്ങളോട് ഹല്ലേലൂയ മർമ്മങ്ങളെ പഠിപ്പിച്ച് പ്രാർത്ഥിക്കുവാൻ ദൈവനാമത്തിൽ ശരണപ്പെടുന്നു. വായിച്ച ഭാഗം തന്നെ ഒന്നുകൂടി വായിക്കാം. ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു.
പഴയതോ കഴിഞ്ഞു പോയി. പഴയത് കഴിയാതെ ഏതെങ്കിലും ഒരു മനുഷ്യനായിരിക്കുന്നുവെങ്കിൽ ഇടയ്ക്കിടയ്ക്കൊക്കെ നല്ല അല്ലെങ്കിൽ കോഡ് ഭാഷകൾ കൂടി വരും. ഇന്ന് പല ബന്ധക്കോസുകാരും ഇങ്ങനെയാണ്. ഓടി ചെന്നിട്ട് ഭാര്യരെ ചെകിട്ടത്തൊരടി, പിന്നെ ആമേനാമേ സ്തോത്രം, പള്ളിയിലിരിക്കുന്ന വിശ്വാസിയെ എടി പോടി വാടി എന്ന് വിളിക്കുന്ന ഒരു വിളി. ഇങ്ങനെ കഴിഞ്ഞ ദിവസത്തിൽ ഒരു സുവിശേഷകൻ ഞങ്ങളുടെ ഈ ചർച്ചിൻ്റെ തൊട്ടപ്പുറത്ത് പുള്ളിക്ക് അല്പ സ്ഥലമുണ്ട്. അവിടെ വന്നപ്പോൾ എന്നോട് പറയുക, എൻ്റെ അനുജനുണ്ടല്ലോ, പുള്ളി സഭയിൽ വെച്ച് എൻ്റെ ഭാര്യയെ വരെ അല്ലേലിയ എടി പൊടി എന്നൊക്കെയാ വിളിക്കുന്നേ എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, എനിക്കറിയത്തില്ല. ഞാൻ പുള്ളിയോടൊരു ഉപദേശം പറഞ്ഞു കൊടുത്തു. ഇങ്ങനെയാണ് അല്ലേലി ആ പുള്ളിയോട് ഇനി ബൈബിൾ എടുക്കരുതെന്ന് പറയണം. കാരണം പുള്ളിയുടെ സംസാരത്തിൻ്റെ ശൈലി തന്നെ ഒത്തിരി അല്ലേലിയ ഡിക്ഷണറി ഇല്ലാത്ത വാക്കുകളാണ്. ആമേനാമേ, ഞാൻ പറഞ്ഞു വരുന്നത് അല്ലേലിയ പുതിയ ആയിത്തീരുമ്പോൾ അല്ലേലിയ നീ ആരായുന്നു? ക്രിസ്തുവിൻ്റെ മകനായി മകളായി മാറുന്നു. അങ്ങനെ ആയി വരുന്ന മനുഷ്യനെ സംസാരിക്കുന്ന വാക്കുകൾ എന്നത് പറയണം, എന്ത് പറഞ്ഞുകൂടാ, എന്ത് പറയണം, ആരോട് എങ്ങനെ സംസാരിക്കണമെന്ന് അല്ലേലൂയ വെളിപ്പെടുത്തി കൊടുക്കുന്ന പരിശുദ്ധാത്മാവാണ് നമ്മൾ പ്രാപിച്ചെടുക്കേണ്ടത്. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു, ഹല്ലേലൂയ, ആമേൻ, ആമേൻ, സ്തോത്രം. ഇന്ന് കാലം പഴയതൊന്ന് കഴിഞ്ഞു പോകാത്തിടത്തോളം കാലം, പഴയത് ജീവിതത്തിൽ കയറി കിടക്കുന്നിടത്തോളം കാലം, പഴയത് വീണ്ടും പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കും, പഴയത് ചിലത് ചെയ്യിപ്പിച്ചു കൊണ്ടേയിരിക്കും. പഴയത് നിന്റെ ജീവിതത്തിൽ നിന്ന് ഹല്ലേലൂയ അടിച്ചു പുറത്താക്കണമെങ്കിൽ നീ ഉപദേശം അനുസരിക്കണം, ഉപദേശം കേൾക്കണം, മാനസാന്തരത്തിന്റെ സുവിശേഷം കേൾക്കണം. ഹല്ലേലൂയ, മാനസാന്തരത്തിന്റെ സുവിശേഷം കേൾക്കുവാൻ ഇന്ന് പല സഭകളും തയ്യാറില്ല. കാരണം അവര് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, ഞാൻ പ്രസംഗിക്കുന്നതാണ് മാനസാന്തരം, ഞാൻ ഇരിക്കുന്നിടമാണ് യേശുവിൻ്റെതെന്ന്. അങ്ങനെ യേശു ഒരിടവും മാറ്റി പറഞ്ഞിട്ടില്ല. യേശു പറഞ്ഞു, ഞാൻ സകല ജഡത്തിന്റെ മേലോ അന്ത്യകാലഘട്ടത്തിൽ ഞാൻ എൻ്റെ ആത്മാവിനെ പകരുമെന്ന്, സകല ജഡത്തിന്റെ മേലും പകരുമെന്ന് പറയുമ്പോൾ ഭൂലോകത്ത് കിടക്കുന്ന സകല ജനത്തിന്റെ മേലോ അവർ പാപം ചെയ്തവരായിരിക്കാം, അവർ ഹല്ലേലൂയ ദൈവത്തെ വിളിക്കാത്തവരാണ് എങ്കിലോ കർത്താവിന്റെ വരവെങ്കില് ഇവരെ എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുമെന്ന് യേശു പറഞ്ഞു. അന്ത്യകാലഘട്ടത്ത് ഞാൻ എൻ്റെ ആത്മാവിനെ, ആരുടെ ആത്മാവ്? ദൈവത്തിന്റെ ആത്മാവിനെ ഞാൻ സകല ജഡത്തിന്റെ മേലും പകരുമെന്ന് പഠിപ്പിച്ച ഒരു കർത്താവുണ്ട്. ആ പ്രാണപ്രിയനെയാണ് ആരാധിക്കുന്നത്. പഴയത് കഴിഞ്ഞു പോകത്തില്ല. പഴയത് കഴിഞ്ഞു പോകാതെ വണ്ണം എത്ര പ്രസംഗിച്ചാലും, എത്ര പാടിയാലും, എത്ര വായി ഹല്ലേലൂയ ആമേൻ ആമേൻ എന്തൊക്കെ തോന്നി പറഞ്ഞാലും നോ, ദൈവം പ്രസാദിക്കത്തില്ല. ആമേൻ. പഴയതൊന്ന് മാറണം. പഴയത് മാറാത്തിടത്തോളം കാലം നീ പുതിയതാകത്തില്ല സഹോദര, സഹോദരി. അതേ ദൈവമക്കളെ, നിങ്ങൾ പഴയത് നിങ്ങളിൽ ഇത് വിട്ടുമാറിയോ? ഹല്ലേലൂയ. പഴയത് വിട്ടുമാറിയാൽ അവിടെ എല്ലാവരും സഹോദരന്മാരായിരിക്കും, സഹോദരിമാരായിരിക്കും. സ്വത്രം സഹോദരവർഗമായി നമ്മൾ മാറും. അവിടെ വേർതിരിവുകളില്ല, നിറവ്യത്യാസങ്ങളില്ല. ഹല്ലേലൂയ ആമേൻ. ഉയർന്നവനും താണവനൊന്നുമില്ല, ഉയർന്നവളും താണവളുമൊന്നുമില്ല. ഹല്ലേലൂയ, ഒന്നിലുമേ വ്യത്യാസമില്ല. കാരണം പരസ്പര സ്നേഹമുണ്ടാകുന്നതാണ് പഴയത് മാറി പുതിയത് വരുമ്പോൾ വെളിപ്പെട്ടു വരുന്നത്. ആ പുതിയതൊന്ന് പ്രാപിച്ചെടുക്കാൻ ഈ വെള്ളിയാഴ്ചയുടെ പൽക്കാലം നിങ്ങൾ തയ്യാറാണെങ്കിൽ ഹല്ലേലൂയ അതിനുള്ള ടൈമിലേക്ക് ഞാൻ ഒരുങ്ങി വരികയാണ്. വളരെ ആഴമായി പ്രാർത്ഥിക്കാം. വായിക്കാം സഹോദരി. അത് പുതിയതായി തീർന്നിരിക്കുന്നു, അതിനൊക്കെയും ദൈവം തന്നെ കാരണഭൂതൻ. പുതിയതാക്കി ഒരു മനുഷ്യനെ മാറ്റാൻ കാരണഭൂതനായിരിക്കുന്ന കർത്താവിനെയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ കാലഘട്ടങ്ങളിൽ വെളിച്ചപ്പാടന്റെ വലിയ പ്രവർത്തനം ലോകത്തിൽ കൺവെർട്ടായിരിക്കുകയാണ്. വെളിച്ചപ്പാടന്റെ പ്രവർത്തികൾ പലരെയും ദുരാത്മാവിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുകയാണ്. വെളിച്ചപ്പാടന്റെ പ്രവചനങ്ങൾ ചില കുടുംബങ്ങളെ പിടിച്ചു കെട്ടി വെച്ചിരിക്കുകയാണ്. വെളിച്ചപ്പാടന്റെ ചില ശുശ്രൂഷകൾ കുടുംബങ്ങളെ തകർത്തുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ ദുരാത്മാവിന്റെ ചില പ്രവർത്തനങ്ങൾ ദേശത്തെ പിടിച്ചടക്കി വെച്ചിരിക്കുകയാണ്. ആത്മാവിന്റെ പുതു മേഖലകളിൽ നീ എത്തിച്ചെല്ലുമ്പോൾ നിന്റെ പഴയത് കഴിഞ്ഞു പോയതിന്റെ വാക്ക് പുതിയതായി സംസാരിക്കാൻ തുടങ്ങുക. പുതിയ വാക്കുകൾ പറയുമ്പോൾ എന്തോ ചിലത് സംഭവിച്ചു പോയി, എന്തോ ചില മാറ്റം വന്നു എന്ന് പറയത്തക്ക നിലവാരത്തിൽ പുതിയതൊന്നായിത്തീരാൻ ആഗ്രഹിക്കണം. ഇത് യഹോവയാൽ സംഭവിച്ചെന്ന് പറയാൻ നിന്റെ നാവ് തയ്യാറാകുമാറ്. അല്ലെങ്കിൽ അതേ ദൈവമക്കൾ ഒരുമിച്ച് കരങ്ങളെ തട്ടി പ്രാർത്ഥിച്ചാട്ട്.
ഓ ഷുഡബല ബല 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 റിബനഗടക മനഗടക റിബൽഖ മനഗടകസിയ രഗനഗടക മനഗടക റിബൽഖ മാനഗടകം വൈഡമാന ഇവൽ പ്രവിഡിമാനഗടകസിയ. എല്ലാവരും ആരാധിച്ചാട്ട്, എല്ലാവരും ആരാധിച്ചാട്ട്, എല്ലാവരും അല്പസമയം ആരാധിച്ചാട്ട്. പരിശുദ്ധാത്മാവ് പുതിയതാക്കിക്കൊണ്ടിരിക്കുകയാണ്. പഴയതിനെ മാവ് പുറത്ത് കളഞ്ഞ് പുതിയതാക്കിക്കൊണ്ടിരിക്കുന്ന ഹല്ലേലൂയ ദൈവത്തെക്കുറിച്ച് നിങ്ങൾക്ക് തിരിച്ചറിയാമോ? പുതിയ ഹല്ലേലൂയ ആമേൻ അനുഭവത്തിലേക്ക് കടന്നു വന്നാൽ ഹല്ലേലൂയ നീ നന്നായിട്ട് ആദ്യം നിന്റെ ഭവനത്തെ നീ പോറ്റുന്ന വ്യക്തിയായിരിക്കും. ഹല്ലേലൂയ രക്തത്താൽ ജയമെടുക്കുന്നു, വചനത്താൽ ജയമെടുക്കുകയാണ്. ഇന്ന് കാലം പുതിയതായി മാറാൻ ആഗ്രഹിക്കുന്ന ദൈവമക്കൾ ഇതിനകത്തുണ്ടെങ്കിൽ രണ്ട് കരങ്ങൾ ചേർത്തടിച്ച് പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ദൈവത്തെ സ്തുതിച്ചാട്ടെ, പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അകം വിശുദ്ധി ഇല്ലാതെ പുറത്തെത്ര വെള്ള ഇട്ടാലോ എത്ര വെള്ള തേച്ചാലോ ഹല്ലേലൂയ ഒരിക്കലും യേശു പ്രസാദിക്കുന്നില്ല. അത് ഹല്ലേലൂയ തുറന്ന ചവക്കല്ലറ പോലെ നാറ്റം ഭവിപ്പിക്കുന്നതായിട്ട് മാറുന്ന അവസ്ഥകൾ ലോകത്തിൽ ഊടാടിക്കൊണ്ടിരിക്കുമ്പോൾ പുതിയതായി മാറുവാൻ ദൈവവചനത്തിന്റെ ശക്തിയാൽ, ആത്മാവിന്റെ പുതുക്കത്താൽ, ദൈവകൃപയുടെ ശക്തിയാൽ പുതിയതാകാൻ വന്ന ദൈവമക്കൾ തിരുവാലയത്തിനകത്തുണ്ടെങ്കിൽ ഇന്ന് പൽക്കാല ശക്തിയോടെ ആരാധിച്ചോ. ബന്ധനങ്ങൾ അഴിഞ്ഞു മാറാൻ പോകുന്നു, രോഗങ്ങൾ അഴിഞ്ഞു മാറാൻ പോകുന്നു, ശാപത്തിന്റെ ശക്തികൾ അഴിഞ്ഞു മാറുന്നു, പാരമ്പര്യത്തിന്റെ കെട്ടുകൾ പൊട്ടുന്നു. മനകം രഗനം ഘടകം തുടമാ രഗനെ വൈഡേ റീവൽക്കമന വൈഡേ മനക രഗനെ രഗനം ഘടകം. ദൈവാത്മാവ് എന്നോട് പറയുന്നു, ഒരു മഞ്ജുവിനെ പരിശുദ്ധാത്മാവ് അഭിഷേകം ചെയ്യാൻ പോകുന്നു. ഒരു മഞ്ജു എന്ന പേരുള്ള ഒരു വ്യക്തിയുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ തൈലം വീഴാൻ പോകുന്നു, പരിശുദ്ധാത്മാവിന്റെ തൈലം വീഴാൻ പോകുന്നു. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ചില മാറ്റങ്ങൾ ദൈവാത്മാവ് ചിലരുടെ മേൽ കൈമാറാൻ പോകുന്നു. പുതിയത് ചിലത് നിനക്ക് വേണ്ടി കർത്താവ് തരുവാൻ ആഗ്രഹിക്കുന്നു. ഇതിനകത്തുണ്ട് ദൈവമക്കൾ ഉണ്ടെങ്കിൽ പ്രാർത്ഥിച്ചോ. Yes. Oh, hallelujah. ചെങ്കടലിന്റെ ഓളം കണ്ട് അക്കരയ്ക്ക് യാത്ര പുറപ്പെടുന്ന സഹോദര സഹോദരി, നിന്നു പോകരുത്. അല്ലല്ലേ, നിന്റെ യാത്ര തുടർന്നുകൊണ്ടേ ഇരിക്കട്ടെ. നിന്റെ വഴി തുറപ്പാക്കി തരുവാൻ നിനക്ക് മുന്നമേ ചില ഹല്ലേലൂയ വ്യക്തികൾ വന്നിട്ടുണ്ട്. അത് ദൈവത്തിന്റെ ദൂതന്മാരാണ്, ദൈവത്താൽ അയക്കപ്പെട്ട ദൂതന്മാർ. ഇന്ന് പോൽക്കാലം നിന്റെ കുടുംബത്തിനകത്ത് മന്ത്രവാദ ബന്ധനങ്ങൾ ഇരിക്കുന്നുണ്ടോ? അത് അഴിഞ്ഞു മാറാൻ പോകുന്നു. മന്ത്രവാദ ബന്ധനങ്ങൾ, ആവിചാര ക്രിയകൾ, വിളിച്ചവേട്ടകൾ, ശുദ്ര പ്രയോഗങ്ങൾ, സാമ്പത്തികത്തിന് വിരോധമായി അല്ലെങ്കിൽ മക്കളുടെ ഭാവിക്ക് വിരോധമായി അവർ ഉന്നത ബിരുദമെടുത്തു, അവർ ഡോക്ടർമാരായി, അവർ എഞ്ചിനീയർമാരായി, അവരുടെ തലമുറകൾ അമേരിക്കയിൽ പോയി. ബെന്തക്കോസുകാരന്റെ മക്കൾ വലിയ വീട് വെച്ചു, അവർ വലിയ പഠിപ്പുണ്ടായി, അവർ വലിയ സമ്പത്തുണ്ടായി, അവർക്ക് വലിയ കാറുണ്ടായി, അവർ വലിയ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നു. അങ്ങനെ അസൂയയുള്ള ചില ദുരാത്മാവിന്റെ ശക്തി നിന്റെ തലമേലത് ഇന്ന് പൽക്കാലക്കാർത്തോ പൊട്ടിച്ചു വിടുകയാ. എല്ലാവരും ആരാധിച്ചാട്ട്. ഓ റീവൽ കമനം വൈഡം. പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി. എല്ലാവരും ശക്തിയോടെ ആരാധിച്ചാട്ട്, ശക്തിയോടെ ആരാധിക്കാട്ട്. ആരാധിക്കാൻ സ്വാതന്ത്ര്യത്തോടെ ജനത്തെ ആരാധിക്കാൻ അനുവദിക്കാതെ വണ്ണം പിടിച്ചു കെട്ടിവയ്ക്കുന്ന തലങ്ങളിൽ നീ ചെന്ന് ഇരുന്നിട്ട് ആരാധിച്ച് നിനക്ക് ബന്ധനമഴിഞ്ഞ് പുറത്തു വരാൻ കഴിയുന്നില്ല, കെട്ടഴിഞ്ഞ് പുറത്തു വരാൻ കഴിയുന്നില്ല, രോഗം മാറി പുറത്തു വരാൻ കഴിയുന്നില്ല. ആരാധനകളെ അതിർവരം വിട്ട് അടച്ചു വെച്ച ചില കെട്ടപ്പെട്ട ആലയത്തിൽ ചെന്നിരുന്ന് നിന്റെ വാഗ്ദത്തം നഷ്ടപ്പെട്ടത് ഇനിയെങ്കിലും തിരിച്ചറിയാൻ ദൈവമക്കൾ തയ്യാറുണ്ടോ? ഓ പോരാ ശക്തിയോടെ കയറുക. നല്ല രണ്ട് മെസ്സേജ് നിങ്ങൾ കേട്ടവരല്ലേ, രണ്ട് ശുശ്രൂഷ നിങ്ങൾ അനുഭവിച്ചവരാ. ഇനിയും തയ്യാറാക്. ഈ വെള്ളിയാഴ്ചയുടെ പൽക്കാലം പരിശുദ്ധാത്മാവ് നിന്നെ തൊടുകയാണ്. ഈ 9-ാം മാസത്തിന്റെ 12-ാമത്തെ തീയതി ദൈവം ചിലരെ സ്നേഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ബെന്തക്കോസുകാരന്റെ മക്കൾ നല്ല ഡോക്ടറാകും, അവർ MBBS എടുക്കും, LLB പഠിക്കും.
അവരതൊക്കെ മീത പഠിക്കും, പൈലറ്റ് എഞ്ചിനീയർ ആകും, അവർ എഞ്ചിനീയറിംഗ് പഠിക്കും, അവർ ചിലപ്പോൾ പ്ലെയിൻ ഓട്ടിക്കുന്നവരുമാകും. കാരണം ദൈവം അവർക്കാണ് വാഗ്ദത്തം കൊടുത്തത്. വാഗ്ദത്തം ചെയ്തവൻ വാക്കുമാറുമോ? വാഗ്ദത്തം ചെയ്തവൻ വാക്കുമാറുമോ? ഇല്ല, ഇല്ല, ഒരിക്കലുമില്ല. ഇല്ല, ഇല്ല, ഒരിക്കലുമില്ല. വാക്കുമാറുകില്ല. വാക്കുമാറാത്ത ദൈവമാണ്. ഹല്ലേലൂയ. ഈ കൂട്ടായ്മയിൽ കൂടി ധാരാളം കുഞ്ഞുങ്ങൾ MBBS പഠിക്കുന്നുണ്ട്. ഹല്ലേലൂയ. നേഴ്സിംഗ് പഠിക്കുന്നുണ്ട്. പല സഭകളിൽ പോകുന്നവർ, ഹല്ലേലൂയ, പല മതത്തിൽപ്പെട്ടവരുടെ വന്ന് പ്രാർത്ഥിച്ച് കടന്നുപോയി പഠിക്കുന്നുണ്ട്. പല രാജ്യങ്ങളിൽ, പല സ്റ്റേറ്റുകളിൽ പഠിക്കുന്നുണ്ട്. ആമേൻ. സ്തോത്രം ചെയ്യുന്നു. അന്നിയോടെ ദൈവത്തിന് സ്തോത്രം. ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ ആശയം വായിക്കാം, താഴ്ത്ത് വായിക്കാം. അവൻ നമ്മെ ക്രിസ്തു മൂലം കല്ലോട് വിളിച്ചു. നിരപ്പിന്റെ ശുശ്രൂഷ നിനക്ക് തന്നിരിക്കുന്നു. നിരപ്പിന്റെ ശുശ്രൂഷ. നിരപ്പിന്റെ ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ അറിയാമോ? ആമേൻ. ഇന്ന് ഏറ്റവും കൂടുതൽ ആ ശുശ്രൂഷ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? അത് ഇതേപോലെ ദൈവത്താൽ വിളിച്ച് കർത്താവിന് വേണ്ടി ജാതിയിലെന്ന് വിളിച്ച് അബ്രഹാമിനെ വേർതിരിച്ചതുപോലെ ദൈവം വിളിക്കപ്പെട്ട ചില ശുശ്രൂഷകന്മാരാണ് എല്ലാവരെയും സ്നേഹിക്കുന്നത്. അത് നിരപ്പിൻ്റെ ശുശ്രൂഷ. ഹല്ലേലൂയ. ഇല്ല എങ്കിൽ അവിടെ ഏറ്റവും സ്നേഹിക്കുന്നത് അവിടുത്തെ സെക്രട്ടറി ആയിരിക്കും. അത് കഴിഞ്ഞതിന് ശേഷം അവിടുത്തെ കമ്മിറ്റി അംഗങ്ങളായിരിക്കും. ഹല്ലേലൂയ. ഇവിടെ സെക്രട്ടറിയും കമ്മിറ്റിയും എല്ലാം ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ, ആമേൻ. സ്തോത്രം ചെയ്തു. നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ഇവർ ആരുമല്ല നമ്മളെ ഉപദേശം പഠിപ്പിച്ചതും നമ്മളെ വിളിച്ചതും. നമ്മെ വിളിച്ചവൻ ഉയരങ്ങളിൽ ഒരുവനുണ്ട്. ഹല്ലേലൂയ. എന്നെ വിളിച്ചവനുന്മയുള്ളോൻ കണ്ണീൻ മണി പോലെ കാത്തിടുമേ. എന്നെ വിളിച്ചവനുന്മയുള്ളോൻ കണ്ണീൻ മണി പോലെ കാത്തിടുമേ. അന്ത്യം വരെ വഴിതാതനവൻ താങ്ങി നടത്തിടും പൊൻകരത്താൽ. അന്ത്യം വരെ വഴിതാതനവൻ താങ്ങി നടത്തിടും പൊൻകരത്താൽ. ആഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ. ആമേൻ. ആഴലേറും ഇതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ. കൈപ്പുള്ള വെള്ളം കൂടി ചീടിലും കൽപ്പന പോലെ നടന്നിടണോ. ഓഹോ. കൈപ്പുള്ള വെള്ളം കൂടി ചീടിലും കൽപ്പന പോലെ നടന്നിടണോ. ഏൽപ്പിക്കയിൽ ലാമൻ ശത്രുകയിൽ അർപ്പൂരം നീ ആണയോ മാറയോ. ഏൽപ്പിക്കയിൽ ലാമൻ ശത്രുകയിൽ കർപ്പൂരം നീ ആണയോ മാറയോ. എന്തോ പദമല്ലേ. ഏൽപ്പിക്കുകയില്ല അവൻ ശത്രുവിൻ്റെ കയ്യിൽ. ഏൽപ്പിക്കുകയില്ല അവൻ ശത്രുവിൻ്റെ കയ്യിൽ. വൃത്തുതാ നിന്നെ ശത്രുവിന് കൊടുക്കാത്തത്. നീ 3 പ്രാവശ്യം തൂങ്ങാൻ കയറെടുത്തില്ലേ? ദൈവാത്മാവിനോട് പറയും നിന്നകത്ത് അങ്ങനെയുള്ളവർ ഇരിപ്പുണ്ട്. ഇന്ന് പോൽക്കാലം നീ പുതിയതായി വന്നു ജീവിച്ചത് മതി. ജീവിതം എൻ്റെ ഭർത്താവിനോട് എനിക്ക് മടുത്തു, എൻ്റെ ഉടമസ്ഥരോട് എനിക്ക് മടുത്തു. വീണ്ടും നീ എടുത്ത കയറിനെ മാറ്റിവെച്ചത് നിന്റെ പിള്ളാരെ ഓർത്തിട്ടല്ലേ? നിന്റെ മക്കൾ വഴിയാധാരമായി അനാഥയായി പോകുമെന്ന് നീ കണ്ട് ഇവർ കണ്ട് റോഡിൽ കിടക്കുന്നവരോട് കൂടി വഴിയാധാരമായി തെണ്ടും തെരുവഴിയുമായി പോകുമെന്ന് കണ്ട് നീ എടുത്ത കയർ തിരിച്ചിട്ടവർ ഇതിനകത്ത് 1-ലധികം വ്യക്തികൾ ഇരിക്കുകയാണ്. ഇന്ന് പോൽക്കാലം നിന്നോടാ പറയുന്നത്, നിന്റെ മരണക്കരിയ കർത്താവ് അഴിച്ചിരിക്കുകയാണ്. ഓ ഹല്ലേലൂയ. ആമേൻ. ചിലരുടെ കണ്ണുനീര് ഞാൻ കാണുകയാണ്. ഈ ദൂത് വെളിപ്പെടുമ്പോൾ തന്നെ ചിലരുടെ കണ്ണുനീരുകൾ ആത്മാവിനെ കാണിക്കുന്നു. ഓ പോരാ 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 പോരാ. ശക്തിയോടെ ആരാധിച്ചോ, ശക്തിയോടെ ആരാധിച്ചോ, ശക്തിയോടെ ആരാധിച്ചോ. നിന്റെ കുടുംബത്തിൽ നിന്റെ ഗൃഹനാഥനിൽ കൂടി നിനക്ക് സമാധാനം കിട്ടിയില്ലയോ സഹോദര സഹോദരി? എന്നാൽ നിനക്ക് വേണ്ടി ദൈവം തന്ന ചില തലമുറകളിൽ കൂടി നിനക്ക് സമാധാനം ലഭിക്കാൻ പോകുന്നു. പോരാ, നിന്റെ ഗൃഹനാഥനിൽ കൂടി സമാധാനം.
നിന്റെ കുടുംബനാഥനിൽ കൂടി സമാധാനം. സമാധാനത്തിന്റെ പ്രഭുവുമായി യാത്ര തുടരുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മെ ശത്രുവിൽ നിന്ന് വേർതിരിച്ചു ദൈവം അടുത്തെടുത്തതാണ്. ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞു, കാട്ടൊലുവായിരുന്നു നമ്മെ നാട്ടൊലുവാക്കുവാൻ ദൈവം. ഹല്ലേലൂയ. കാട്ടൊലുവിൽ നിന്നൊരു ശിഖരം എടുത്തേച്ച് കാട്ടൊലുവിലേക്കൊന്ന് പിടിപ്പിച്ചു, നാട്ടൊലുവാക്കി. കാട്ടൊലുവ് എത്ര ഫലം കാച്ചാലും വില കൊടുത്ത് മേടിക്കാൻ ആരും പോകത്തില്ല. നാട്ടൊലുവായ നിന്നെ മാടി മാടി വിളിക്കാൻ പോവുകയാണ്, മാടി മാടി വിളിക്കാൻ പോവുകയാണ്. ഈ സഹോദരൻ ഒന്ന് എഴുന്നേറ്റ് വന്നാട്ട്. സ്തോത്രം. ഒന്ന് എഴുന്നേറ്റ് വന്നാട്ട്. ഒന്ന് എഴുന്നേറ്റ് ബൈബിളോടെ വയ്ക്കി. ഹല്ലേലൂയ. ഓ റീബാലാബാല വൈശ്രസ്യ റീബൽ ഖമാന ഘടകൽ ഖനാരിയ വൈഡമാന റീബൽ പ്രവിഡിയാന ഘടകസ്യ. ഇങ്ങനെ ആമേനാമേ പറയുന്നില്ല എൻ്റെതെന്ന്. അതുകൊണ്ട് തമ്പുരാൻ എന്ത് ചെയ്യുന്നറിയാമോ? ദൈവത്താൽ ചിലരെ കർത്താവ് അഭിഷേകത്തോടെ തിരഞ്ഞെടുക്കുവാൻ തുടങ്ങി. ഹല്ലേലൂയ. ഒരു യേഹൂവിനെ കൂട്ടത്തിൽ നിന്ന് തിരഞ്ഞെടുത്ത് ഉൾമുറിയിൽ കൊണ്ടുചെന്ന് അഭിഷേകം ചെയ്ത് ഇസ്രായേലിന്റെ രാജാവാക്കിയ ദൈവം, ഹല്ലേലൂയ, ചിലതിനെ ദൈവം വ്യത്യാസത്തോടെ തിരഞ്ഞെടുക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം ചെയ്യുകയാണ്, സ്തോത്രം ചെയ്യുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഈ ലോകത്തിൽ നാം എവിടെ പോയി പഠിച്ചാലും ഏത് പഠിച്ചാലും വേദപുസ്തകത്തിനകത്തുള്ളത് മാത്രമേ ഹല്ലേലൂയ ദൈവമക്കൾക്ക് പ്രസ്താവിക്കുവാൻ വ്യവസ്ഥയുള്ളൂ. ഹല്ലേലൂയ. പഠിക്കുന്നത് നല്ലത്, ജ്ഞാനം സമ്പാദിക്കുന്നത് നല്ലത്. പക്ഷേ അത് സ്വന്തം വിവേകത്തിൽ ഊന്നാതവണ്ണം പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ തന്നെ ചെയ്തുകൊണ്ടായിരിക്കുന്നതും നല്ലതാണ്. ഇന്ന് പൽക്കാലം ദൈവമക്കൾ ഒരു കാര്യം ഓർത്തോണം. ജീവിതത്തിൽ പരാജയമെന്ന് ശത്രു നിനക്കെതിരെ രേഖ എഴുതുമ്പോൾ നീ പറയണം, ഞാൻ തോറ്റവനെ അല്ല ആരാധിക്കുന്നത്, ജയിച്ചവനെയാണ് ആരാധിക്കുന്നത്. കരങ്ങളെ തട്ടി മഹിമപ്പെടുത്തുക. ഓ, ഞാൻ ജയിച്ചവനെയാണ് ആരാധിക്കുന്നത്, ജയിച്ചവനെ ഞാൻ ആരാധിക്കുന്നു. ഇന്ന് പോൽക്കാലം ഞാൻ എടുത്തൊരു വാക്യത്തിൽ കൂടി കിടന്നു വന്ന് പ്രാർത്ഥിക്കുവാൻ ദൈവനാമത്തിൽ ശരണപ്പെടുന്നു. നിരപ്പിൻ്റെ വചനം, നിരപ്പിൻ്റെ വചനം, നിരപ്പിൻ്റെ വചനം. ഹല്ലേലൂയ. കാണിക്ക കൂടുതൽ കൊടുക്കുന്നവനെ ചേർക്കുകയല്ല. ഹല്ലേലൂയ. ആമേൻ. വണ്ണവും പൊണ്ണവും വലിയ വീടും നോക്കി പോകുന്നതല്ല, സകലരെയും സ്നേഹിക്കുന്നത് നിരപ്പിൻ്റെ വചനം. ഹല്ലേലൂയ. നിരപ്പിൻ്റെ വചനം പഠിച്ച് നിരപ്പിൻ്റെ വചനം പ്രസംഗിച്ച് അങ്ങനെ തൻ്റെ ജനത്തെ ക്രിസ്തുവിന് വേണ്ടി നേടിയെടുക്കുന്നവരാണ് ദൈവമക്കൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ, ആമേൻ. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഞാനിവിടെ നിന്ന് ദൈവവചനം പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ കർത്താവിനോട് പറയുന്ന ചില കുടുംബങ്ങൾക്കകത്ത് പരിശുദ്ധാത്മാവിന്റെ തീ വീഴുന്നത് ഞാൻ കാണുകയാണ്. പരിശുദ്ധാത്മാവിന്റെ തീ വീഴുന്നത് ഞാൻ കാണുകയാണ്. നിന്റെ ഭവനത്തിന്റെ പരിസരത്തിനകത്ത് ഹല്ലേലൂയ കിലോമീറ്ററുകൾക്കകത്ത് ഇരിക്കുന്ന ചില ഹല്ലേലൂയ അന്ധകാരത്തിന്റെ ശക്തിയെ ദൈവാത്മാവ് എടുത്തു മാറ്റാൻ പോകുന്നു. ദൈവാത്മാവ് എടുത്തു മാറ്റാൻ പോകുന്നു. ദൈവാത്മാവ് എടുത്തു മാറ്റാൻ പോകുന്നു. പരിശുദ്ധാത്മാവ് ചില കുടിയിരിപ്പുകളെ തുടച്ചു മാറ്റാൻ പോകുന്നു. അഹോ ഹല്ലേലൂയ. പാതാളത്തിലേക്ക് ചിലതിന് കർത്താവ് താഴ്ത്തിക്കളയാൻ പോകുന്നു. ഇനി നീ നോക്കും കാണുക ഇല്ല താനും, ഇനി നീ നോക്കും കാണുക ഇല്ല താനും. ദൈവത്തിന്റെ ചില പ്രവർത്തികൾ ചില വ്യക്തികളുടെ മേലല്ല, ചില കുടുംബങ്ങൾക്കകത്ത്, ചില ദേശങ്ങൾക്കകത്തേക്ക് പരിശുദ്ധാത്മാവിൽ വ്യാപരിക്കാൻ പോകുന്നു. പരിശുദ്ധാത്മാവ് അത് ചെയ്യാൻ പോകുന്നു. വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിച്ചിട്ട് പോകാൻ കഴിയാതിരിക്കുന്ന ചില വ്യക്തികൾ ദൈവാത്മാവ് വഴി തുറക്കും. നിന്റെ ദേശത്തിൽ, നിന്റെ കുടുംബത്തിൽ, നിന്റെ പക്കത്ത് വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിച്ചിട്ട് പോകാൻ കഴിയത്തില്ല. ലോണ് കൊണ്ട് നിന്റെ ഭവനത്തെ ജപ്തി ചെയ്യുമെന്ന് വിധി എഴുതി വച്ചിരിക്കുകയാണ്. ജപ്തി ചെയ്യത്തില്ല. ഒരു രാത്രിയിൽ ഒരു സഹോദരൻ എന്നെ തേടി ഇവിടെ വന്നു. ബന്ധുക്കോസുകാരാണ്, കാട്ടാക്കടയുടെ ഭാഗത്താണ് താൻ ആരാധിക്കുന്നത്. താനൊരു ഓട്ടോറിക്ഷ ഓടുന്ന ആളാണ്. തനിക്ക് 3 മക്കളുണ്ട്. ഭാര്യയും താനുമായി ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ കാട്ടാക്കടയുടെ ഭാഗത്തുനിന്ന് ഒരു 2-3 ലക്ഷം രൂപ പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ ഒരു വീടിനെ പുതുക്കുവാൻ വേണ്ടി എടുത്തു. ഹല്ലേലൂയ, ആമേൻ. അവർ താമസിക്കുന്നതെന്നാൽ എൻ്റെ ഹല്ലേലൂയ മകളൊക്കെ താമസിക്കുന്നതുമായി തൊട്ടടുത്താണ് ചെമ്പൂര് കല എന്ന് പറയുന്ന ആ ഭാഗത്ത്. എവിടെയാണ്? ഹല്ലേലൂയ, ആമേൻ, ആമേൻ. പുല്ലച്ചക്കോണം കണക്ട് ചെയ്തിട്ടാണ് ഇവർ താമസിക്കുന്നത്. ഹല്ലേലൂയ, ആമേൻ, ആമേൻ. അപ്പോൾ ഇവർ പള്ളിയിലെ പാസ്റ്ററെടുത്ത് പ്രാർത്ഥിക്കാൻ പോയി. പാസ്റ്റർ കുറച്ച് ദിവസമൊക്കെ പ്രാർത്ഥിച്ചു. പിന്നത്തതിൽ ഇവരുടെ ഫോൺ എടുക്കത്തില്ല, പിന്നെ പ്രാർത്ഥിക്കത്തില്ല. അങ്ങനെ ഇവർ വലിയ നിരാശപ്പെട്ടു. ഹല്ലേലൂയ. ഒരു ദിവസം താൻ ഓട്ടോറിക്ഷ ഓടാൻ പോയി. തൻ്റെ ഭാര്യ തൊഴിലുറപ്പിന് പോയി. കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോയിട്ട് വന്നപ്പോൾ ബാങ്കുകാർ വന്നു, വീടിനെ ജപ്തി ചെയ്തു.
വീട്ടിനെ ജപ്തി ചെയ്തു. ഇവർ കുടുതുണിക്ക് മറുതുണിയില്ല. അങ്ങനെ 100 പള്ളികളിൽ പോയി സഹോദരൻ ആരാധിച്ചു. ലാസ്റ്റിൽ ഈ 3 കുഞ്ഞുങ്ങളെയും തൻ്റെ വൈപ്പ് ഹൗസിൽ കൊണ്ടുവന്നാക്കിയിട്ട് വൈപ്പ് ഹൗസിൽ ഇവരോട് ഒത്തിരി എതിർപ്പുണ്ടെന്ന് പറയാനിടയായി. താനും ഭാര്യയുമായി ഈ ഓട്ടോറിക്ഷയിൽ ആഴ്ചക്കണക്ക് കിടക്കാനിടയായി. അങ്ങനെ കിടക്കുന്ന സമയത്ത് ഒരാൾ പറഞ്ഞു കൊടുത്തു, ഇങ്ങനെ ഒരു പാസ്റ്ററുണ്ട്, നീ കടന്നു പോവുക, പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു. നല്ല രാത്രിയിലാണ്, 10 മണിക്ക് കഴിയും. എന്നെ തിരക്കി താൻ ഇതൊരു ഓട്ടോറിക്ഷയിലൂടെ കടന്നു വന്നു. ഇവിടെ കടന്നു വന്നു, ഞാൻ പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ, സഹോദര, ഈ വീട്ടിനകത്ത് നിനക്ക് താമസിക്കുവാൻ ദൈവം ഭാഗ്യം നൽകും എന്ന് പറഞ്ഞു. ഞാൻ ഹല്ലേലൂയ പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ, അല്പം വെള്ളമൊക്കെ പ്രാർത്ഥിച്ചു കൊടുത്തു. ഇവിടെ കൊണ്ടുവന്നൊക്കെ നിങ്ങൾ കുടഞ്ഞ് സന്തോഷത്തോടെയൊക്കെ കടന്നു പോകുക എന്ന് പറഞ്ഞു. എന്തായാലും ഈ വീട് ഹല്ലേലൂയ നഷ്ടപ്പെടുത്തുവാൻ തൻ്റെ ബന്ധുക്കളാണ് കൂടെ നിന്നെന്ന് താങ്കൾ പറയാനിടയായി. എന്തായാലും ശരി, ഞാൻ മറ്റൊരാളിനെ വിളിച്ചിട്ട് പറഞ്ഞു. ഹല്ലേലൂയ, അപ്പോഴവർ MLA ചെന്ന് കണ്ടു. പലരെയും ചെന്ന് കണ്ടപ്പോൾ ബാങ്കുകാർ പൈസ അടയ്ക്കാതെ കൊടുക്കത്തില്ല. ഞാനൊരാളിനെ വിളിച്ചിട്ട് പറഞ്ഞു, സഹോദര, നമ്മുടെ ഒരു പയ്യൻ ഇങ്ങനെ ഒരു അബദ്ധം പറ്റിയിരിക്കുകയാണ്, നമ്മുടെ വിശ്വാസിയൊന്നുമല്ല, ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, പാസ്റ്ററെ, ഞാൻ കടന്നു പോകാം, എനിക്ക് ജോലിയുണ്ട് എന്ന് പറഞ്ഞു. എന്തായാലും ശരി, ഞാൻ പറഞ്ഞ വാക്ക് ആ പുള്ളിക്കാരൻ കേട്ട് ബാങ്കിലേക്ക് ചെന്നു. ഹല്ലേലൂയ, ജപ്തിയെ അഴിച്ച് വീട്ടിനകത്ത് കയറ്റി. ഹല്ലേലൂയ, പിന്നീട് എന്നെ വിളിച്ചിട്ട് പോലുമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ഒറ്റശേരമംഗലത്ത് നടന്ന സംഭവമാണ്. ഹല്ലേലൂയ, ഇതേപോലെ ആയിരക്കണക്കിന് അനുഭവങ്ങളാണ്. പലയിടത്തും പോകുന്നവര് ലാസ്റ്റിൽ വിളിച്ചാൽ പ്രാർത്ഥിക്കാൻ ഫോൺ എടുക്കത്തില്ല. ഹല്ലേലൂയ, നിന്നെ തിരിച്ചു വിളിക്കത്തില്ല. അങ്ങനെ ഉള്ളിടത്ത് നീ പോകരുത് കേട്ടോ. ആപത്ത് ഹല്ലേലൂയ സമയത്ത് നിന്നോടൊപ്പം ഇരുന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഉണ്ടെങ്കിൽ മാത്രമേ നിന്റെ ജീവിതത്തിനകത്ത് ഒരു പ്രോമൻസ് നടക്കത്തുള്ളൂ, ഒരു മാറ്റം നടക്കത്തുള്ളൂ. നിന്റെ കടഭാരത്തിൽ, നിന്റെ രോഗത്തിൽ, നിന്റെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ നിന്നോടൊപ്പം നിന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ ഉണ്ടെങ്കിൽ ഇന്ന് പൽക്കാലം നിന്റെ ജീവിതത്തിന്റെ സ്ഥിതി മാറും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ, ആമേൻ. ഇങ്ങനെ തന്നെ വരണമെന്ന് പറഞ്ഞുകൊണ്ട് മാറ്റി ഹല്ലേലൂയ നിന്നെ പരിഹസിക്കുന്ന ഇടത്ത് പോയവരല്ലയോ നിങ്ങൾ പലരും. ഇന്ന് പൽക്കാലം നിങ്ങൾക്ക് തിരിച്ചറിയുവാൻ ഭാഗ്യം കിട്ടിയിരിക്കുന്നു. സ്വതന്ത്രം ഇങ്ങനെ എത്രയോ വ്യക്തികളെന്നറിയാമോ? ഹല്ലേലൂയ, ആമേൻ, ആമേൻ. ഞാൻ അടുത്ത MLA സ്ഥാനത്തിന് മത്സരിക്കുന്ന മണ്ഡലം പ്രസിഡന്റിനോട് വിളിച്ച് പറഞ്ഞു, സഹോദരാ, ഒന്ന് കടന്നു പോകണം, നമ്മുടെ പയ്യാനൊന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കണം. അതേ പാസ്റ്ററെ, ഞാൻ പോകാമെന്ന് പറഞ്ഞു. പോയി അവിടെ ചെന്ന് പറഞ്ഞു, ആ വീട് അങ്ങ് തുറന്നു കൊടുക്കണം. സ്വതന്ത്രം, ഇല്ലെങ്കിൽ ഞങ്ങൾ അടുത്ത നടപടിയെടുക്കും. ഇവർക്ക് ഇത്രയും പേർക്ക് നിങ്ങൾ സമാനം പറയണം എന്ന് തുറന്നു കൊടുത്തു. അറബം ബാങ്ക് ഏതോ അർത്ഥവല്ലികൾ ബാങ്കുകൾ. ഹല്ലേലൂയ, 2.25 ലക്ഷം രൂപ. ആമേ, പിന്നെ അടയ്ക്കും പൈസ. ഹല്ലേലൂയ, വീട് തുറന്നു കയറ്റി. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ദൈവമക്കളെ, നിങ്ങൾ ആരാധിക്കേണ്ടടുത്ത് ആരാധിക്കണം കേട്ടോ. നിന്റെ വീട് ആരും ജപ്തി ചെയ്യത്തില്ല, കൊള്ളയിടുകയുമില്ല. ഹല്ലേലൂയ. അടുത്തൊരു വീട്ടുകാരൻ മാവളക്കടവിലെന്ന് പ്രാർത്ഥിക്കാൻ വന്നു. പാദരാത്രി വരികയാ. ഹല്ലേലൂയ, പാസ്റ്ററെ, നാളെയാണ് എൻ്റെ വീട് ജപ്തി. എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള എല്ലാ കണ്ടങ്ങളും ബാങ്കുകാരളന്നു. നാളെ എൻ്റെ വസ്തുവും അളന്ന് ജപ്തി ചെയ്യും, ഞങ്ങൾ ഇറങ്ങിക്കൊടുക്കണം. സഹോദരൻ, നിൻ്റെ വീട് ജപ്തി ചെയ്യത്തില്ല, നിൻ്റെ കണ്ടം അളക്കുകയില്ല. ഇന്ന് വരെ അളന്നുമില്ല, ജപ്തിയും ചെയ്തില്ല. 1 വർഷം കഴിയും. പ്രൈസ് ദി ലോർഡ് പറ, പ്രൈസ് ദി ലോർഡ് പറ. ഹല്ലേലൂയ. ഏതോ ഒരു വലിയ ആമേൻ പേര് പറയുന്ന ബന്ധുക്കോസിൽ ആരാധിക്കുന്നെന്ന് പറയുന്നേക്കാം. പക്ഷേ ഞാൻ ആ വീട്ടിൽ ചെന്ന് കാലുകുത്തുമ്പോൾ എനിക്ക് മനസ്സിലാക്കിയത് അവിടെ പരിശുദ്ധാത്മാവല്ല പ്രവർത്തിക്കുന്നത്. പരിശുദ്ധാത്മാവ് ഉള്ളിടത്ത് വ്യവസ്ഥ ഇല്ലാത്ത ഒരുവൻ കയറത്തില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഹല്ലേലൂയ, മനസ്സിലായോ? പച്ച വെള്ളത്തെ വീഞ്ഞാക്കി മാറ്റി ഹല്ലേലൂയ യഹൂദന്മാർക്ക് ഭക്ഷിപ്പാൻ കൊടുക്കുമാറാക്കിയ ദൈവത്തിൻ്റെ അത്ഭുതത്തെ ഞാൻ തിരിച്ചറിഞ്ഞവനാണ് കേട്ടോ. മരിച്ചു 4 നാളായ ലാസറിനെ ഉയർപ്പിച്ച ദൈവത്തിന്റെ ശക്തി എന്തെന്ന് തിരിച്ചറിഞ്ഞവനാണ് ഞാൻ. അതുകൊണ്ട് എനിക്കറിയാം, പരിശുദ്ധാത്മാവിൽ ആരാധിക്കുന്നവന്റെ വീട്ടിനെ ശത്രു കൊള്ളയിടാൻ എൻ്റെ തമ്പുരാൻ അനുവദിക്കത്തില്ല. സ്വതന്ത്രം, സ്വതന്ത്രം, ആമേൻ. പിന്നത്തതിൽ ഞാൻ അറിഞ്ഞു, പാസ്റ്ററെ, എൻ്റെ വിളയിൽ കയറിയുമില്ല, അളന്നുമില്ല, എനിക്ക് ജപ്തിയും ചെയ്തില്ല. ആമേ, സ്തോത്രം ചെയ്യുന്നു. നീ ആരാധിക്കേണ്ടടുത്ത് ആരാധിക്കണം. ഞാൻ അടുത്തൊരു വാക്യത്തിലേക്ക് വരുന്നു. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യം വായിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. സങ്കീർത്തനങ്ങൾ 6-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യം. ഒന്നുകൂടി, യഹോവേ തിരിഞ്ഞ് എൻ്റെ പ്രാണനെ വിടുവിക്കണമേ. നിന്റെ കാരുണ്യ നിമിത്തം എന്നെ രക്ഷിക്കണമേ. യഹോവ ഒന്ന് തിരിഞ്ഞില്ല എങ്കിൽ നമ്മുടെ പ്രശ്നമെല്ലാം ഡൗൺ ആകും. യഹോവ ഒന്ന് തിരിഞ്ഞ് അവൻ്റെ മുഖപ്രകാശം നമ്മുടെ മുഖത്തോട്ടൊന്ന് ഉദിപ്പിച്ചാൽ നിന്റെ പ്രശ്നമെല്ലാം ഹൈടെക്കായി വളരാൻ തുടങ്ങും.
ഹല്ലേലൂയ. നിന്റെ ഇമേജ് അങ്ങോട്ട് വർദ്ധിക്കാൻ തുടങ്ങും. നിന്റെ വാക്തത്വം അങ്ങോട്ട് വളരാൻ തുടങ്ങും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇതൊക്കെ വാക്തത്വ വചനങ്ങളാണ് കേട്ടോ. വാക്തത്വ വചനങ്ങളാ. പ്രൈസ് ദി ലോർഡ്. വാക്തത്വമാകുന്ന ചില ദൂതുകളാ ദൈവാത്മാവ് നിങ്ങളോട് സംസാരിക്കുന്നത്. ആ സഹോദരി ഒന്നേ സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ 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 ആമേൻ. ഓ വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ, വേഗമുണർന്നു രക്ഷകന്റെ വേല ചെയ്യുക. ഓ വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ, വേഗമുണർന്നു രക്ഷകന്റെ വേല ചെയ്യുക. നിന്നെ കുറിച്ച് ഓർമ്മയില്ലല്ലോ, മരണത്തിന് നിന്നെ കുറിച്ച് ഓർമ്മയില്ലല്ലോ. പാതാളത്തിൽ ആർ നിനക്ക് സ്തോത്രം ചെയ്യും? എൻ്റെ ഞെരുക്കം കൊണ്ട് ഞാൻ തകർന്നിരിക്കുന്ന മനസ്സുകളെ ദൈവാത്മാവ് ദീപം പോലെ തെളിയിക്കാൻ പോകുന്നു. എല്ലാവർക്കും എഴുന്നേൽക്കാം, പ്രാർത്ഥിക്കാം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ